സോഷ്യൽ മീഡിയയിലൂടെ നേരത്തെയും അധിക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയമായിട്ടുള്ള വ്യക്തിയാണ് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു. ഏറ്റവും ഒടുവിൽ ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രേണുവിനും കുടുംബത്തിനും മാത്രമല്ല, അവർക്ക് വീട് വെച്ച് നൽകിയ കേരള ഹോം ഡിസൈൻ എന്ന കൂട്ടായ്മയ്ക്കുമെതിരെയും ഇതേ സമയം തന്നെ വിമർശനം നടന്നിരുന്നു. വിമർശനങ്ങൾ അതിരുവിട്ടപ്പോൾ സംഘടനയിലെ പ്രധാനിയായ ഫിറോസ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി മുന്നോട്ട് വന്നു. രേണുവിനല്ല, കൊല്ലം സുധിയുടെ മക്കൾക്കാണ് വീട് നിർമ്മിച്ച് നൽകിയതെന്നാണ് അവർ വ്യക്തമാക്കിയത്. ആര് തന്നെ വിചാരിച്ചാലും മക്കളെ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ സാധിക്കില്ല. രേണു ചെയ്യുന്നത് ഒരു തൊഴിലല്ലേ എന്നും ഫിറോസ് ചോദിച്ചിരുന്നു. ഇപ്പോഴിതാ ഫൈനൽ ന്യൂസ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നൽകിയിരിക്കുകയാണ് ഫിറോസ്. നമ്മൾ ചെയ്തത് വലിയ എന്തോ തെറ്റാണ് എന്ന രീതിയിൽ വരുത്തിവെക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത്. ഭർത്താവ് മരിച്ചു എന്ന് കരുതി വീട്ടിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ടതില്ല. അവർക്ക് അവരുടെ കുടുംബത്തെ നോക്കേണ്ടതുണ്ട്. അച്ഛനൊരു രോഗിയാണ്. രേണു ജോലിക്ക് പോയാൽ മാത്രമേ ആ കുടുംബത്തിന് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ വീട് പട്ടിണിയാണെന്നും ഫിറോസ് പറയുന്നു. ഉറ്റവർ മരിച്ച് നാളുകൾ കഴിയുന്നതോടെ നമ്മൾ ആ വിഷമത്തിൽ നിന്നും മാറും. രേണു അങ്ങനെ മാറുന്നത് ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇതോടെയാണ് സോഷ്യൽ മീഡിയയിലെ ആക്രമണവും ചോദ്യം ചെയ്യലും ഉണ്ടാകുന്നത്. സ്വന്തം വീട്ടിലെ കാര്യം നോക്കാതെ ആളുകൾ മറ്റുള്ളവരുടെ സന്തോഷത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ക്രൂശിക്കുന്നത് മാത്രമാണ് ഇവിടെ കാണുന്നതെന്നും അദ്ദേഹം പറയുന്നു. രേണു ചെയ്തതിൽ എന്താണ് തെറ്റ്? എവിടെയെങ്കിലും ബോംബ് വെക്കാൻ പോയോ? അതുമല്ലെങ്കിൽ വർഗീയത പറഞ്ഞോ? കൊല്ലാൻ പോയോ? മോഷ്ടിച്ചോ? ഇതിനൊന്നും നിൽക്കാതെ ഒരു ജോലിയാണ് അവർ ചെയ്തത്. പിന്നെ വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിൽ ഇതിലും മോശമായി എത്രയധികം നടിമാർ വസ്ത്രം ധരിക്കുന്നു. അവരെ പോയി കാണാനും കൈയടിക്കാനും എല്ലാവർക്കും പറ്റും. രേണു വേറെ കല്യാണം കഴിക്കും, കുട്ടികളെ അവിടുന്ന് ഇറക്കിവിടും, അല്ലെങ്കിൽ ഒരു മകനെ ഓടിച്ചു വിടും എന്നൊക്കെയാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. ഒരു മകൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത്. പഠനത്തിന്റെ ആവശ്യത്തിനാണ് അവൻ അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇത്തരം പ്രചരണം വന്നപ്പോഴാണ് കുട്ടികളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തതെന്നും 15 വർഷത്തിനിടെ വിൽക്കാനും കഴിയില്ലെന്നും ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ രേണുവിന് വേണ്ടിയല്ല ഞാൻ ആ വീട് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. സുധി മരിച്ച് 2ാം നാളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും കുറിച്ച് അറിയുന്നത്. അതൊക്കെ കേട്ടപ്പോൾ വലിയ വിഷമമായി. അപ്പോഴാണ് ആ മക്കളെ കരുതിക്കൊണ്ട് ഒരു വീട് നിർമ്മിക്കണമെന്നുള്ളത് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് വീടും സ്ഥലവും മക്കളുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തു കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് രേണുവിൻ്റെ പേരിൽ വീട് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചാൽ അതിനകത്ത് പോസിറ്റീവായ ഒരു കാര്യമുണ്ട്. രേണു പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ്. അവർക്ക് വേണമെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ചു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് വേണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് രേണുവിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. വിവാഹം കഴിച്ച് അവൾ മറ്റൊരാളുടെ കൂടെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും കുട്ടികൾ ഒറ്റപ്പെട്ടു പോകും. വരുന്ന ആൾ എങ്ങനെയുള്ളതാകും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഈ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷിതത്വം എന്ന രീതിയിലാണ് രേണുവിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാതെ മക്കളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്ന് ഫിറോസ് പറയുന്നു.